short presentation to help us to improve our network skills. Sir, please. Good morning. And thank you so much for this great opportunity in a special day. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സൂർക്കാം. എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? ഫിഷ് ബോൺ അനാലിസിസ്. അങ്ങനെ നമ്മൾ ഫിഷ് ബോൺ അനാലിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്, വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൽ പ്രശ്നം നമുക്ക് കിട്ടുന്നത്, പ്രശ്ന പരിഹാരങ്ങളെ കുറിച്ച് നല്ലൊരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിഷ് ബോൺ അനാലിസിസ്. അതിലൂടെ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ വിസിറ്റേഴ്സും തമ്മിലൊരു കണക്ഷൻ, നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന എല്ലാ വിസിറ്റേഴ്സും നമ്മുടെ എന്തല്ല നമ്മുടെ കസ്റ്റമർ അല്ല. പല സ്ഥാപനത്തിലേക്ക് 100 വിസിറ്റർ വന്നാൽ ചിലപ്പോൾ അത് 10 പേരെ കസ്റ്റമർ ആവുള്ളൂ. ചില ആൾക്കാർക്ക് 0 ആയിരിക്കും. ഇത് എന്തുകൊണ്ട്? അതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഒന്ന്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ലയൻ വരികയാണ്. വന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും സ്ഥാപനത്തിലേക്ക് ലയൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. മാനക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഈ ലയൻ വരുമ്പോൾ പ്രശ്നേ, ലയനെ ഫേസ് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ മുയലുകളാണെങ്കിൽ നമ്മൾ തോറ്റുപോകും. പിന്നെ ലയൻ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടല്ലോ, അദ്ദേഹം അസർട്ടീവ് ആണ്, കോൺഫിഡന്റ് ആണ്. 2 തരത്തിലുള്ള ലയൻ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ലയനും ഉണ്ട്, ഒറിജിനൽ ലയനും ഉണ്ട്. എന്തിനാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ലയൻ വരുന്നത്? അതിങ്ങനെ ഡൽഹി രജിസ്ട്രേഷൻ കാറിൽ വന്നിട്ട്, BMW വന്നിട്ട് നമ്മുടെ കാറിൽ സ്ഥാപനത്തിന് തൊട്ട് മുന്നിൽ നിർത്തിയിട്ട് കടം പറഞ്ഞിട്ട് നമ്മൾ പറ്റിച്ചു പോകും. അതായത് വലിയ ടൈഗറാണ് നമ്മൾ വിചാരിക്കുന്നത്. ടൈഗറിന് ഒരു പ്രത്യേകത, അത് നെഞ്ച് വിരിച്ചു നിന്നിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോ ടൈഗറിന് നമ്മൾക്ക് ശരിക്കും ഒറിജിനൽ ആണോ അല്ലെ നമ്മൾ സംരംഭകനെ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ തോറ്റു പോകും. അതുകൊണ്ട് ഒറിജിനൽ ആണെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഹൈ ക്വാളിറ്റി സർവീസ് ആണ്. അതിന് നമ്മുടെ സ്റ്റാഫും നമ്മളൊക്കെ എക്യുപ്ഡ് ആണെങ്കിൽ ആ ലയൻ വിസിറ്ററെ നമുക്ക് കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ല അദ്ദേഹം ചായ കുടിച്ച് പോകും. ഓക്കെ, അതായത് എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്യണം. അടുത്തത് എലിഫന്റ് ആണ്. എലിഫന്റ് കസ്റ്റമറായിട്ട് വരുമോ? അങ്ങനെ വരുമോ? കൊമ്പും കുലിക്ക് വരുമോ? വരാം. ആ മൈൻഡിലാണ്. എക്സാക്ട്ലി. മാനക്ക് നല്ല കൈ കൊടുക്കിക്കോട്ടെ. ഇത് മൃഗങ്ങൾ വരെ നല്ല പറയുന്നത് ആ മൈൻഡ്. വാട്ട് ഇസ് എലിഫന്റ് മൈൻഡ്? എലിഫന്റ് മൈൻഡ് എന്താ? എലിഫന്റ് ഒന്നും മറക്കൂല എന്നുള്ളതാണ്. നമ്മള് ഒരു റോങ് കസ്റ്റമർ കെയർ നടത്തിയാൽ എലിഫന്റ് മൈൻഡിലാണ്, ഒരിക്കലും മറക്കൂല. ലോയലാണ്, മെമ്മറി കീപ്പിംഗ് ആണ് അതിന്റെ പ്രത്യേകത. റിലേഷൻഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കും എലിഫന്റ് കസ്റ്റമർ. റിലേഷൻഷിപ്പ് ഇല്ല അദ്ദേഹത്തെ നമുക്ക് കിട്ടൂല. ഓക്കെ, അങ്ങനെ ഒന്ന് വന്നിട്ട് പേഴ്സണൽ കെയർ കൊടുക്കണം. എലിഫന്റ് കസ്റ്റമർ ആകുമ്പോൾ നമ്മൾ പേഴ്സണൽ കെയർ തന്നെ കൊടുക്കണം. അദ്ദേഹത്തിന് വേണ്ടി പേഴ്സണൽ കെയർ കൊടുക്കണം. ഓക്കെ, പിന്നെ ഒരു സ്ലോ മാറ്റങ്ങളൊന്നും വല്ലാതെ ബന്ധപ്പെടില്ല എലിഫന്റ് കസ്റ്റമർ ആകുമ്പോൾ. ചീറ്റിംഗ് ഉണ്ടാവും. അത് വിശ്വസിക്കാം നമുക്ക്. എലിഫന്റിന്റെ മാതിരി അത്രയും വിശ്വസ്തനായ ഒരു കസ്റ്റമർ നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് എലിഫന്റ് ആണോ നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ അദ്ദേഹം വെറും വിസിറ്റർ ആയിട്ട് പോകുന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചീറ്റ കസ്റ്റമർ എന്ന് പറയുന്നത് ഇന്നത്തെ ജെൻ സി കസ്റ്റമേഴ്സ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആണ്, സൂപ്പർ ഫാസ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. ആ ഫാസ്റ്റ് ആയ കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവിടെ വരുന്നത് മിസ്റ്റേക്ക് ഒക്കെ തരുന്നത് സ്പീഡ് ഉണ്ടാകുമ്പോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ജെൻസി പെട്ട ആളാണ്. വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. അപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ടീമിന് സ്പീഡ് ഇല്ലെങ്കിൽ ഈ കസ്റ്റമർ നമുക്ക് കിട്ടൂല, അതായത് വിസിറ്റർ ആയിട്ട് പോകുന്നതാണ്. നെക്സ്റ്റ് കംസ് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരും, കസ്റ്റമർ വരും. ബട്ടർഫ്ലൈ കസ്റ്റമർ, ആ നാച്ചുറൽ കസ്റ്റമർ വരും. ഭയങ്കര ക്യൂരിയസ് ആണ്, മാറ്റങ്ങൾ ഭയങ്കര ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ മാറി, സീറ്റൊക്കെ മാറി. ഇതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് ഈ ബട്ടർഫ്ലൈ കസ്റ്റമർ സ്വാധീനിക്കുന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കൂടും. നമുക്ക് നമ്മുടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അവിടെ. പിന്നീട് വരുന്നത് പാമ്പ് വന്നിട്ട് നമുക്ക് പണി തരും. പാമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ പറ്റിച്ചിട്ട്
നന്നായിട്ട് കടം വാങ്ങി പോകുന്നതാണ് പാമ്പ് കസ്റ്റമർ. അപ്പൊ അദ്ദേഹം പിന്നെ എന്താ പറയാ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, എങ്ങനെയും പറ്റിച്ചാൽ പോകുന്നതാണ്. അതുകൊണ്ട് പാമ്പ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോ വടിയെടുക്കാൻ എന്റെ പണിക്ക് സാധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം പണി നമ്മൾ തെറ്റിച്ചിട്ട് പോകും. അത്രയുള്ളൂ. ഇതൊക്കെ ഒരു സിംബോളിക് ആണ്. നമ്മളൊരു കസ്റ്റമർ ഒരു വിസിറ്റർ വന്നിട്ട് എല്ലാ വിസിറ്റേഴ്സും വെറും വിസിറ്റർ ആയിട്ട് മാറുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനം വളരില്ല. നമ്മുടെ സ്ഥാപനത്തിലെ ഇപ്പോഴത്തെ നമ്മുടെ കസ്റ്റമറും ഒരിക്കലും ഒരു വിസിറ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാനുള്ള ആ സിസ്റ്റം, ആ കൺവേർട്ട് ചെയ്യാനുള്ള ആ നട്ടെല്ല് നമ്മൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫിനെ മൊത്തം, നമ്മുടെ ചുമരിനെ പോലും, നമ്മുടെ സെക്യൂരിറ്റിയെ പോലും നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തരായ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണെന്ന് സൂചിപ്പിച്ച് ഞാൻ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.